ചാരുജടാനിബദ്ധമകുടം ദിവ്യാംബരം ജ്ഞാനമുദ്രോദ്യദക്ഷകരം പ്രസന്നവദനം ജാനുസ്തഹസ്തേതരം മേഘശ്യാമളകോമളം സുരനുതം ശ്രീയോഗപട്ടാഞ്ജിതം വിജ്ഞാന പ്രഥമപ്രമേയ സുഷമം ശ്രീഭൂതനാഥം വിഭും സീരിയസ് കേസ് വന്നത് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഡോക്ടറെ വിവരം അറിയിക്കാൻ ഡോക്ടർ ശേഖർ പറഞ്ഞു. ഞാൻ ഇപ്പോൾ ഓപ്പറേഷൻ തിയേറ്റർ എത്താം. വെരി സോറി ഡോക്ടർ. കാർ ആക്സിഡന്റ് ആയിരുന്നു. ജീവിതത്തിലെ അവസാന നിമിഷങ്ങളിലെങ്കിലും ഹേമ എന്നോടൊപ്പം ഉണ്ടായിരിക്കണമെന്നാണ് എന്റെ ആഗ്രഹം.
കൊച്ചിയിൽ നിർത്തി. Yesterday we had digestive system of frog. Today we start respiratory system. Okay? May I come in, madam? Come in. Why are you late? ഞാൻ ഈ കോളേജിൽ പുതുതായി ജോയിൻ ചെയ്തതാണ്. പേരെന്താ? What's your name? My name is Ravi. What is it? By the way, നാളെ മുതൽ കൃത്യം 7:30 മണിക്ക് ക്ലാസ്സിലെത്തണം. Yes, madam. Yes, madam. Good morning. നമസ്കാരം. പെൻ. അത് sir, I say you get out. Hurry, you get up. Get up. ഇല്ലെങ്കിൽ ഈ അധ്യാപകന്മാർക്ക് ഒരു മര്യാദയും. എന്താണ് തന്റെ തലയിൽ പുകയുന്നത്? പരീക്ഷയെക്കുറിച്ച് ആലോചിച്ച് തലപോയിന്റാണ് സാർ. ശരി, ആ ടൗലിങ് ഇവന്റെ കണ്ണീരും തുടച്ചു കൊടുക്കാം. അയ്യോ പാവം, ഇവൻ ആരുടെ ഈ മുലകുടി മാറാത്ത പിള്ളേരെ കോളേജിൽ വന്നിരിക്കുന്നത്? അല്ല, മുലകുടി പ്രായമാണോ അല്ലെന്ന് പരീക്ഷിക്കണോ? അത് നിന്നോട് മനസ്സിലല്ലേ? ആശാനൊക്കെ ചൂടാകാതെ ഞാൻ തമാശ പറഞ്ഞല്ലേ? എന്താ പറഞ്ഞത്? പരീക്ഷിക്കണം വേണമെങ്കിൽ എടാ എന്നോട് കളിക്കണ്ട. കളിച്ച നീ എന്ത് ചെയ്യണം? ആ കളിച്ചു നോക്ക്. സാർ എന്നാ നാളെ നിങ്ങൾക്ക് എന്റെ കൊച്ചുകുട്ടികൾ ഇങ്ങനെ വഴക്ക് പിടിക്കാൻ? അത് തന്നെ ഞാൻ മിണ്ടാതിരിക്കാൻ ഞാൻ പറഞ്ഞില്ലേ? സോറി പറ. സോറി പറയാൻ. സോറി. സോറി പറയും. സോറി. പറഞ്ഞാലും നിന്റെ തല കറുത്തില്ല കഴുതേ നിന്റെ അടുത്ത് പറഞ്ഞു. ഇനി ഇവനെ തൊട്ടുപോകും. അച്ഛാ അവൻ കൂടെ പുറത്താണ് പോലും.
എന്നിട്ടാണ് ഈ രാക്ഷസി പോലെ എന്റെ അടുത്ത് പെരുമാറുന്നത്? അല്ലച്ഛൻ, ഞാൻ ഒന്നും പറയണ്ട. ബുദ്ധിയില്ലാത്ത ഇതും വരുത്തി വയ്ക്കുന്ന നാണക്കേട് ഞാൻ സഹിച്ചോളാം. ബുദ്ധിയുള്ള നീ നാണക്കേടൊന്നും വരുത്താതിരുന്നാ മതി. ഒരു ശരാശരി മനുഷ്യനെ പോലെ ഇവനെ ആക്കിയെടുക്കാൻ ഇനി ചെയ്യാത്ത മരുന്നും മന്ത്രവുമില്ല. ജനിച്ചുപോയ കുറ്റം കൊണ്ട് ജീവിക്കണ്ടേ നിവർത്തിയുള്ളൂ. മരിക്കുന്നോ വരെയെങ്കിലും ഇവൻ ഇവന്റെ വഴിക്ക് വിട്ടേരെ. അവൻ മരുന്ന് കഴിച്ചിട്ടാണോ മോളെ ഉറങ്ങിയത്? അതെ. മോള് വിഷമിക്കാതെ. ഒരു ദേഷ്യത്തിന് അച്ഛൻ ശകാരിച്ചേ ഉള്ളൂ. അച്ഛൻ ശകാരിച്ചെന്ന് എനിക്ക് ദുഃഖമില്ല മായി. ഇവനോടുള്ള സ്നേഹക്കൂടുതൽ മാത്രമായിരുന്നു അടിക്കാൻ എന്നെ പ്രേരിപ്പിച്ചത്. അത് അച്ഛൻ മനസ്സിലാക്കിയിരുന്നെങ്കിൽ. മോള് കരയാതെ കിടക്കാൻ നോക്ക്. ഒരു സംശയം നോക്കട്ടെ. താങ്ക് യു വെരി മച്ച്. ശരിക്കല്ലേ അവൻ ലെറ്റർ കൊടുത്തത്? ഞാൻ അവനൊരു വേല വെച്ചിട്ടുണ്ട്. എന്താ? ചായയിലിട്ടതും കൊണ്ട് കൊടുത്തരട്ടോ. അവന്റെ ഒരു പ്രേമലേഖനം. ഒരു ചായ. Sin theta by 1 minus cos theta equal to 1 plus cos theta by sin theta. Theta is not equal to 0. Who will solve the problem? Come on. Listen. Silence. Shut up. എങ്ങനെ ചിരിക്കാതിരിക്കുമല്ലേ? എന്തായാലും ആ പാവത്താനെ നീ വല്ലാതെ കഷ്ടപ്പെടുത്തും. ഇത് എനിക്ക് അവന് ഇഷ്ടമാവും. നല്ലവനാ. ഞാൻ വെറുതെ ഒരു രസത്തിന് വേണ്ടിയല്ലേ നീനൊക്കെ ചെയ്യുന്നത്. ഹായ് ഹേമ. ഹായ്. ഹേമയോട് ഒരു കാര്യം പറയണമെന്ന് വിചാരിച്ചു ദിവസം കുറയായി. എന്താ രവി? ഇടയ്ക്കിടയ്ക്ക് ഹേമ ക്ലാസ് കെട്ടുന്നെന്താ? ഇന്ന് പോലും ഫിസിക്സ് പീരീഡ് അറ്റൻഡ് ചെയ്തിട്ടില്ല. ഏതെങ്കിലും ക്ലാസ് അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ തന്നെ കുസൃതിക്കളി അല്ലാതെ പഠിക്കാൻ മെനക്കെടാറേ ഇല്ല. ഏയ്, ഞാൻ സ്റ്റിക്കർ ഒട്ടിച്ചതിന്റെ ദേഷ്യമല്ലേ ഇതൊക്കെ? ആ പിന്നെ സ്റ്റിക്കർ ഒട്ടിച്ചതല്ല എന്റെ പുറത്തായത് നന്നായി. എനിക്ക് ഒരു വിരോധമില്ല. രവി, ഇത്തരം ജീവിതമൊക്കെ ഇപ്പൊ ഇല്ലാതെ പിന്നെ എപ്പോഴാണ് നടത്തുക? ഒരു പരിധി വരെ ശരിയാണ്. പക്ഷേ പരീക്ഷ അടുത്ത് വരികയാണ്. ഹേം ഒരു ഗുഡ് സ്റ്റുഡന്റ് ആയതാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ശരി, ഇനി മേലെ ഞാൻ ക്ലാസ് കട്ട് ചെയ്യുന്നില്ല. ശരി. എന്ത് പറയാനാ നീ വിളിച്ച? പറഞ്ഞേ. നമ്മുടെ രവിക്ക് നിന്റെ മേലൊരു കണ്ണുണ്ടെന്നാ തോന്നുന്നു. രവിയോ? അയ്യോ, അതൊരു പാവത്താനാ. ഒന്ന് ശരിക്കും നോക്കാൻ കൂടി ഭയപ്പെടുന്ന സൈസാ. മിണ്ടാപ്പൂച്ചയാടി കലമടക്കിയ. ആ, മിണ്ടാപ്പൂച്ച കലമൊക്കെ ഉടയ്ക്കും. പക്ഷെ ഈ കല അങ്ങനൊന്നും കിട്ടൂല എന്നൊക്കെ പറയാം. അവസാനം തല കുത്തി
പൊത്തോ ഒന്ന് വീഴും. പ്രേമത്തിന് അങ്ങനെ ഒരു സൂക്കേടുണ്ട്. നീ അത് നോക്കിയിരുന്നു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, കുറെ കാലമായല്ലോ നമ്മുടെ പ്രേം ദേവിടോണ്ട് സാഷ്ടാംഗ പ്രണാമം നടത്തുന്നു. ഭക്തന് ദർശനം നൽകാൻ അർഹനാണെന്ന് ദേവിക്ക് തോന്നണ്ടേ? എന്ന് പറയുന്നു. പക്ഷേ ഇപ്പോഴും ദേവിടോണ്ട് സ്ഥിര പ്രദക്ഷിണം നടത്തുന്നുണ്ടല്ലേ? 1000 ദേവിമാരെ പൂജിക്കുന്നവനാ പ്രേമൻ. അതിലൊന്നാവാൻ ഈ ദേവിയെ കിട്ടില്ല. കിട്ടില്ല കിട്ടില്ല. അത് നോക്ക്. ചേച്ചി വന്നു. ആയി ചേച്ചി. പൂ ചേച്ചിക്ക് പൂ. ചേച്ചിക്ക് പൂ. എടാ, തോട്ടത്തിൽ നിന്ന് പൂ പറിക്കരുതെന്ന് മുമ്പ് ഞാൻ പറഞ്ഞിട്ടില്ലേ? ഓ, പിന്നെന്തിനാടാ പറിച്ചത്? ചേച്ചിയുടെ തലേ ചൂടാനാ. ഇതാ സുരേഷ്, ഈ ചേച്ചി തലയിൽ ചൂടിക്കോളാം. നല്ല പൂവാ. നീ ഒരു വല്ലാത്ത പെണ്ണ് തന്നെയാ. പാവം, എത്ര മോഹിച്ചാ പറിച്ചോണ്ട് തന്നത്. നീ പോയി കളിച്ചു. നോക്ക് ശ്രീദേവി, അവൻ വലുതായെങ്കിലും ഇന്നും അവനൊരു കൊച്ചു കുട്ടിയുടെ മനസ്സേ ഉള്ളൂ. ചെയ്യാൻ പാടില്ലാത്ത എന്താണെന്ന് അവൻ മനസ്സിലാക്കണം ശ്രീദേവി. അതിന് ഞാൻ അവനെ ചീത്ത വിളിച്ചു. അമ്മായി, അമ്മായി, അമ്മായി. അതെ, അമ്മായി ശ്രീദേവി. അല്ല, ശ്രീദേവിയോ? കുറെ കാലമായല്ലോ കുട്ടി കണ്ടിട്ട്. വരണമെന്ന് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല അമ്മായി, സമയം കിട്ടാഞ്ഞിട്ടാണ്. അയ്യേ, നീ കള്ളം പറയാല്ലേ അമ്മായി? ഇന്നലെ ഞാനവിടെ പിടിച്ചു വലിച്ചോണ്ട് വന്നതാ. പോടി അവിടുന്ന്. നിന്റെ റെക്കമെൻഡേഷൻ ഒന്നും വേണ്ട, എനിക്കിവിടെ വരെ. നിങ്ങൾ ഒന്നി വഴക്കൂടണ്ട, മോളിരിക്കും. ഞാൻ ഇപ്പൊ കാപ്പി കൊണ്ടുവരാം. അച്ഛനെ ശ്രീദേവി. കണ്ടിട്ട് ഒരുപാട് നാളായല്ലോ. അച്ഛനും സുന്ദരനല്ലേ? അതെ. അന്നൊരു ദിവസം കണ്ടിരുന്നു, ഒരു ട്രാൻസ്ഫർ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞിരുന്നു. എന്തെങ്കിലും ആയോ? ഇല്ല, അടുത്ത് തന്നെ ഉണ്ടാകുമെന്നാ അച്ഛൻ പറഞ്ഞത്. ഇരിക്കും മോളെ, കാപ്പി കൊടുത്തിട്ട് പറഞ്ഞു വെച്ചാൽ മതി കേട്ടോ. ഹലോ, ഹേമ സ്പീക്കിംഗ്. ഹായ് ഹേമ, ഞാനാണ് പ്രേം. എന്ത് പറ്റി പതിവില്ലാതെ? ഒന്നുമില്ല, ഒരു പുതിയ ഫിലിം വന്നിട്ടുണ്ട്. ഫാന്റാസ്റ്റിക് എന്നാണ് എല്ലാവരും പറയുന്നത്. Shall we go tomorrow morning show? നാളെ മോർണിംഗ് ഷോയോ? ഐ എം സോറി പ്രേം. പിന്നെ നാളെ സ്പെഷ്യൽ ക്ലാസ് ഉണ്ടല്ലോ. നാളത്തെ ഒരു ദിവസത്തെ ക്ലാസ് അല്ലേ? Forget it. അത് വേണ്ട, നമുക്ക് വേറെ ദിവസം പോവാം. ഓക്കെ, ഗുഡ് നൈറ്റ്. Good night. Stupid. ഹായ് ശ്രീ, എന്താ ഹേമ വന്നില്ലേ? Don't worry, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. No thanks. നീ ഹേമ വന്നിട്ട് പോയിക്കൊള്ളാം. എന്നുവെച്ചാൽ ഞങ്ങളോടൊന്നും വരില്ല എന്ന്. അല്ല ശ്രീദേവി, പോടി. ഒന്ന് വീട്ടിൽ കൊണ്ട് വിടാമെന്ന് പറയുകയായിരുന്നു. അല്ല, പരോപകാരാർത്ഥം വിധം ശരീരമൊന്നല്ലേ? അതെ അതെ, ഉപകാരം മാത്രമേ സാർ ആഗ്രഹിച്ചുള്ളൂ, അതും ശരീരം കൊണ്ടാകണമെന്ന് അല്ലേ? ഏതായാലും പ്രേം പറ്റുള്ളൂ.
ഞാൻ ഹേമയിലൂടെ പോകുന്നുള്ളൂ. അല്ല, എന്നാ പിന്നെ സീനോട് ഇഷ്ടം പോലെ. പിന്നെ കാണാം സാറേ. ഈ പ്രേമുണ്ടല്ലോ, എന്നെ ഒന്ന് കറക്കാൻ നോക്കിയതാ. നിന്നെയോ? അല്ല, അവളുടെ ഒരു ചോദ്യം കേട്ടില്ലേ? കഴിപ്പിക്കണം ഞാൻ പറഞ്ഞില്ല. അല്ല, നിന്റെ ഒരു സമയം നടക്കട്ടെ പറഞ്ഞോടി. പാത്തിക്ക് എന്റെ കൂടെ സിനിമ കാണണമെന്ന്. അമ്പടെ വീല. ആ, കിട്ടിയാലൊരാന പോയാലൊരു വാക്ക്, അല്ലയാലൊരാന പോയാലൊരു വാക്ക്. ഹലോ. ഹായ്. പ്രേം? യെസ്, സ്പീക്കിംഗ്. ആരാ സംസാരിക്കുന്നത്? മനസ്സിലായില്ലല്ലേ? ഹേമ. ഹേമ. ഹേമയാണോ? ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്യുന്നിട്ടോ. ജീവിതത്തിൽ പലതും എക്സ്പെക്ട് ചെയ്യാതെയാണ് സംഭവിക്കുന്നതെന്ന് പ്രേമിന് അറിയില്ലേ? വാട്ട്സ് മാറ്റർ ഹേമ? മാറ്റർ ഇസ് വെരി സീരിയസ് പ്രേം. പറയാൻ ഏറെയുണ്ട്. പക്ഷേ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് പറയാൻ നാണമായതുകൊണ്ടാ ഞാൻ ഇതുവരെ പറയാതിരുന്നത്. അന്ന് സിനിമയ്ക്ക് വിളിച്ചപ്പോ എനിക്ക് വരാൻ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ പിന്നെ നോക്കൂ പ്രേം, ഏതായാലും ഞാൻ ഒന്നും വിളിച്ചു വെക്കുന്നില്ല. ഹേമ, കാര്യം എന്താണെന്ന് പറയും. ഹേമയ്ക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും. ഇറ്റ്സ് എ പ്ലഷർ ഫോർ മീ. എന്ത് വേണമെങ്കിലും ചെയ്യുമല്ലോ. പ്രോമിസ്? എങ്കിൽ നാളെ മോർണിംഗ് ഷോന് ന്യൂ തിയേറ്ററിൽ എനിക്ക് വേണ്ടി കാത്തു നിൽക്കണം. നാളത്തെ മോശമല്ലേ? ഞാൻ വരാം, തീർച്ചയായും വരാം. പിന്നെ ഞാൻ വരാതെ പോരുത്. എത്ര വൈകിയാലും എനിക്ക് വേണ്ടി കാത്തു നിൽക്കണം. ഓക്കെ? ഓക്കെ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. സ്വീറ്റ് ഡ്രീംസ്. അമ്മ ഫുള്ളായി. വാ, സിനിമ തുടങ്ങാറായി. അല്ലേ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അല്ല, എന്തോ ഇത്രയ്ക്ക് വേണമായിരുന്നു. ഓ, ഏപ്രിൽ ഫൂൾ ഇൻസിഡന്റ് അല്ലേ? അല്ല രവി, കോളേജ് ലൈഫിൽ ഇതൊക്കെ അല്ലാതെ വേറെ എന്താ ഒരു രസം? അല്ല രവി, കാലിനെന്ത് പറ്റി? ബാത്റൂമിൽ വഴക്കി വീണതാ, ഒന്ന് വിളിക്ക്. അതേ, ഓരോന്ന് ആലോചിച്ചുകൊണ്ട് നടന്നാലൊക്കെ ഞാൻ നല്ല വേദനയുടെ മുഖം കണ്ടാലറിയാം. ഏതായാലും അധികം നടക്കണ്ട. നടക്കാൻ നിവർത്തിയില്ലല്ലോ. നടക്കണ്ടെന്നാ നടക്കണ്ട. എന്റെ കാൽ കൊണ്ട് ഡ്രോപ്പ് ചെയ്യാം. വെറുതെ എന്തിനാ ഹേമ ബുദ്ധിമുട്ടുന്നു? ഞാനും കുറെ ബുദ്ധിമുട്ടിച്ചല്ലേ, പകരത്തിന് പകരം വെച്ചു. കമാ അതൊക്കെ See you. ഹേമ വരുന്നുണ്ട്. അവൾ ഇപ്പം കാപ്പിക്ക് ബഹളം കൂട്ടും. അമ്മായി, എനിക്കും സ്ട്രോങ് കോഫി. ഗുഡ് മോർണിംഗ് സർ. അല്ല, സാറിനിപ്പോ എന്ത് പറ്റി? ഒന്നും പറ്റിയില്ല. പറ്റരുന്നേ ആഗ്രഹമുള്ളൂ. അച്ഛൻ എന്തീ പറയുന്നത്? നീ ഒരു മുതിർന്ന പെൺകുട്ടിയാണെന്ന കാര്യം പലപ്പോഴും മറന്നുപോകുന്നു. അതിന് ഞാനിപ്പോ എന്ത് ചെയ്തു? ഒരു പരിധി വിട്ട് ആൺകുട്ടികളുമായി ഇടപഴകുന്നത് ചീത്തപ്പേരുണ്ടാക്കും. ചിലപ്പോ സ്വയം ചീത്തയാൻ വഴിയൊരുക്കുകയും ചെയ്യും. അതേ ശരി. അച്ഛാ, ഞാനും ദേവിയും കൂടെ കാറിൽ ഒന്നിച്ചു പോകുന്ന അച്ഛൻ കണ്ടല്ലേ? കാണുന്നത് ഞാൻ മാത്രമല്ലല്ലോ. വീഴുന്നത് കണ്ട് ചിരിക്കാൻ ധാരാളം ആളുകളുണ്ടാവും. വീടത്തു നിന്ന് എഴുന്നേൽപ്പിക്കാൻ ചിലപ്പോ ആരും ഉണ്ടായെന്ന് വരില്ല. എന്റെ പൊന്നച്ഛാ, ആ രവിയുടെ കാലിന് സുഖമില്ലാത്തതുകൊണ്ട് അവന് നടക്കാൻ വയ്യ. അതുകൊണ്ട് ഞാൻ അവനെ കാറിൽ കൊണ്ട് ഡ്രോപ്പ് ചെയ്തത്. അത് നിനക്കും നീ പറഞ്ഞതൊന്നുകൊണ്ട് എനിക്ക് മനസ്സിലാവും. മോളെ,
മറ്റൊരാളുടെ ബുദ്ധിമുട്ട് തീർക്കാൻ നടന്നാൽ ജീവിതകാലം മുഴുവൻ നീ ബുദ്ധിമുട്ടേണ്ടി വരരുതെന്നേ അച്ഛന് ആഗ്രഹമുള്ളൂ. ഇതൊന്നും എപ്പോഴും പറഞ്ഞു തരാൻ ഞാൻ കൂടെ കണ്ടത് പറ്റില്ല. ഈ ലെറ്റർ പരിപാടി നിർത്താൻ പോവാടി. മാനസികമായിട്ടും ശാരീരികമായിട്ടും ഭയങ്കര ക്ഷീണം. എപ്പോഴും ഇങ്ങനെ സാറിനെ കളിയാക്കരുതെന്ന് എത്ര പറഞ്ഞിട്ട് ഇവന്മാർക്ക് മനസ്സിലാവില്ല. യാതൊരു അച്ചടക്കവും ഇല്ലാത്ത കുറെ പിള്ളേര്. ഇവന്മാർക്ക് നന്നായില്ല സാർ. ഓഹോ, തനിക്കെങ്കിലും അങ്ങനെ ഒരു നല്ല മനസ്സ് തോന്നിയല്ലോ. എടോ, താനൊന്നും ഞെളിയണ്ട. താനാണ് ഇവിടുത്തെ വലിയ വില്ലൻ. അതെനിക്ക് നന്നായിട്ട് അറിയാം. അയ്യോ, ഞാനെങ്ങനൊന്നും നിർത്തണോ? താനൊന്നും ഒരിക്കലും നന്നാവാൻ പോകുന്നില്ല. ആ ശരി സാർ. ചേച്ചേ, താനൊക്കെ എവിടുന്നത് വളർന്നു വന്നത്? തന്നെ പറഞ്ഞിട്ടും കാര്യമില്ല. തന്നെ വളർത്തിയവരെ വേണം പറയാം. ആ അത് തന്നെ സാറേ എനിക്കും പറയാനുള്ളത്. എന്ന് അവരോട് പോയി പറയൂ. ഓ അങ്ങനെ എന്തിനാണ് ആ പാവത്തിനെ കൊടുക്കുന്നത്? ഒരു ലെക്ചറല്ലേ? നിന്റെ അച്ഛനെ നീ കളിയാക്കൂ. എന്താ രവി? ഹേമയോട് ഒറ്റയ്ക്കൊക്കെ സംസാരിക്കാനുണ്ട്. ഓക്കെ ശ്രീദേവി, കോളേജ് ജീവിതത്തിന്റെ അവസാന ദിവസമാണല്ലോ ഇന്ന്. എങ്ങനെ തുടങ്ങണമെന്ന് എനിക്കറിയില്ല. എങ്ങനെയെങ്കിലും തുടങ്ങണം സാറേ. കുറെ ദിവസമായി ഹേമയുടെ ഒരു കാര്യം പറയണമെന്ന് ആഗ്രഹിക്കുകയായിരുന്നു. ഇത്രയും കാലം ഞാനത് മനസ്സിൽ കൊണ്ട് നടക്കുകയായിരുന്നു. ഹേമയുടെ നിഷ്കളങ്കതയും കുസൃതിയും എന്നെ ഹേമയിലേക്ക് അടുപ്പിക്കുകയായിരുന്നു. ഹേമ എന്റേത് മാത്രമാവണമെന്നാണ് എന്റെ ആഗ്രഹം. ഹേമ എന്താ ഒന്നും മിണ്ടാത്തത്? ഐ എം സോറി. രവിനെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഞാനിവിടെ പഠിക്കാനാണ് വരുന്നത്, പ്രേമിക്കാനല്ല രവി. രവിയും ഞാനിങ്ങനെ കരുതിയിരുന്നില്ല ഒരിക്കലും. രവി എന്റെ ഒരു നല്ല കൂട്ടുകാരനെ മാത്രമേ കണ്ടിട്ടുള്ളൂ. രവിക്ക് ഇങ്ങനൊരു സൂക്കേടുണ്ടെന്ന് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ രവിയുടെ ഇത്ര അടുക്കില്ലായിരുന്നു. എന്നോട് ക്ഷമിക്കൂ. പിരിഞ്ഞു പോകുന്ന അവസാന ദിവസത്തിൽ എനിക്കൊന്നേ പറയാനുള്ളൂ. ജീവിതത്തിലെ അവസാന നിമിഷങ്ങളിലെങ്കിലും ഹേമ എന്നോടൊപ്പം ഉണ്ടായിരിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. സിസ്റ്റർ, ഡോക്ടർ, എനിക്ക് ഇന്നലെ സുഖം തോന്നുന്നില്ല. ഡോക്ടർ ശേഖരനോട് മറ്റെല്ലാ കേസ് അറ്റൻഡ് ചെയ്യാൻ പറയും. വേണ്ട വേണ്ട, താങ്ക് യു. അയ്യോ, തല വെട്ടിപ്പൊളിക്കട്ടെ. അയ്യോ അയ്യോ, അയ്യോ 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 അയ്യോ, എന്റെ അമ്മ, എന്റെ അമ്മ. എക്സ്റേ എടുത്തു കിട്ടിയില്ല ഡോക്ടർ. എക്സ്റേ വന്നു ഡോക്ടർ ശേഖരനെ കാണിക്കും. ശരി ഡോക്ടർ. എന്റെ തല വെട്ടിപ്പൊളിക്കുന്ന ഡോക്ടറെ, ഡോക്ടറെ. പെയിൻ കില്ലർ 2 cc ഒരു വാല്യൂം കൊടുത്തേക്ക്. കൊടുക്കാം ഡോക്ടർ. അയ്യോ, എന്റെ തല വെട്ടിപ്പൊളിച്ചത്. വാര്യ നോക്കൂ, ഇപ്പൊ മരുന്ന് തരും. ഓക്കെ, റിലാക്സ്. അയ്യോ, അവിടെ ചായ അല്ലേ? അല്ല, കാപ്പി. നീ ഒന്ന് പോണ പ്രാന്ത അവിടുന്ന്. എനിക്ക് ജിലേബി വേണം. ഉലേബി വേണം. ഓ വേണം. നീ മര്യാദക്ക് പറഞ്ഞാ പോവില്ലടാ. എടാ,
തോന്നുമ്പോൾ എല്ലാം എടുത്ത് വിളിക്കാൻ ഇപ്പൊ സർക്കാർ വകയാണ്. വാസു, മുതലാളി ഈ ഭ്രാന്തന് ഇതൊരു സ്വഭാവമാക്കിയിരിക്കുക. മുതലാളി വെച്ച വള അത്. വൈകുന്നേരം കണക്കി ചോദിക്കുമ്പോ നിനക്കെന്താ വേണ്ടത്? എങ്കിൽ എനിക്ക് ജിലേബി വേണം. വാസു, ജിലേബി നിനക്ക് ഇതാ. ചോദിക്കുമ്പോ എല്ലാം വാരി കൊടുത്ത് മുതലാളി കിറുക്കനെ കുരങ്ങ് കളിപ്പിക്കുകയാണ്. വാസു, ഈ ചെറുപ്പം മുതൽ നമ്മളെ കൂടെ ഉള്ളതുകൊണ്ട് അല്ല നമ്മളൊന്നും പറയാനില്ല. പക്ഷെങ്കിൽ ഈ ഒന്ന് മനസ്സിൽ വെച്ചോ, ഈ സൂക്കട ഓന്റെ കുറ്റമല്ല, അത് പടച്ചോ കൊടുക്കുന്നതാ. അത് മനസ്സിലാക്കാണ്ട് പെരുമാറുന്നത് മനുഷ്യനല്ല. അയ്യാ, മനസ്സിലാകാത്തത് മുതലാളിക്കാ. മോനെ, അന്നെ നമ്മൾ പുറയിൽ കൊണ്ടാക്കി തരാം. പടച്ചോ ഞമ്മക്കൊരു കുഞ്ഞിക്കാരി തന്നില്ല. നടക്ക് നടക്ക്. നടക്ക് അങ്ങോട്ട്. നടക്ക്. സുരേഷ്, എന്താ മീഡിയക്ക? ഒന്നുമില്ല, ഞമ്മള് കുഞ്ഞിലെ പുറത്തേക്ക് കൊണ്ടാക്കാൻ വരികയായിരുന്നു. മീഡിയക്കാന്റെ കട വരുന്നതിൽ എനിക്കൊരു വിഷമമില്ല. പക്ഷെ ഇവനിങ്ങനെ ശ്രദ്ധിക്കാൻ നടന്നാൽ എന്തെങ്കിലും നടക്കുമെന്ന് ഭയന്ന ഞാൻ വരുതെന്ന് പറയുന്നത്. വാ വാ മോനെ. വായവിടെ എപ്പോ പോയതാ കളിക്കാൻ? എന്താ മോളെ വല്ലാതിരിക്കുന്നത്? വയ്യെങ്കിൽ ഇനി പോവണ്ട. പോകുന്നില്ല മഴി, അത്യാവശ്യത്തിന് വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആ, നാളെ സുരേഷിന്റെ പിറന്നാളാ വരുന്നത്. ഓർമ്മയില്ലേ? ചേച്ചി, എനിക്ക് നല്ലൊരു കുപ്പായ വാങ്ങിച്ചു തരണമേ. വാങ്ങിച്ചു തരാം മോനെ. മോനെ തന്നെ കഴിക്കണ്ടേ? ഉണ്ട്. ആ, വാ. അതെടുക്കൂ. എന്താ വില? ഓ, ഐ എം സോറി. ഹായ് ശ്രീദേവി. ശ്രീദേവി, നീ ഇവിടെ എങ്ങനെ? ഹേടി പെണ്ണേ, ഞങ്ങൾ ഇവിടെയല്ലേ? എത്ര കാലമായി നിന്നെ കണ്ടിട്ട്. നീ ഇവിടെ എന്ത് ചെയ്യുന്നു? ഞാനിവിടുത്തെ ഹോസ്പിറ്റലിൽ ന്യൂറോ സർജനാ. എന്നിട്ട് ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ. എങ്ങനെ അറിയാനാ? അങ്ങോട്ട് വരേണ്ട ആവശ്യമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. മോനെ, ഇതാരാന്നറിയോ? അമ്മയുടെ ഫ്രണ്ടാണ് ഹേമ, ഡോക്ടറാണ്. ഹലോ ആന്റി. ഹലോ ഡാർലിംഗ്. മോന്റെ പേരെന്താ? വിനോദ്. ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു? സെക്കൻഡ് സ്റ്റാൻഡേർഡ്. മോൻ ക്ലാസ്സിൽ ഫസ്റ്റ് ആണല്ലേ? ശരി. നിനക്ക് എത്ര കുട്ടികളാ? 1 വി ആർ ഫോളോയിങ് ഫാമിലി പ്ലാനിങ്. മോനെ, നിനക്ക് എണീറ്റ് വേണ്ടേ കളിക്കാൻ? ഗുഡ് ബോയ്. മോഹനേട്ടാ, ഷീസ് മൈ ഫ്രണ്ട് ഹേമ. ഹേമ, മൈ ഹസ്ബൻഡ് മോഹൻ. നമസ്കാരം. ശ്രീദേവി, ഞാൻ അല്പം തിരക്കിലാണ്, നിന്നെ കാണാം. ഓക്കെ, സീ യു. ബൈ. എന്താ മോഹൻ? അറിയില്ലേ? ദേവൻ, നമ്മുടെ ദേവൻ പറയൂ. ദേവൻ കമ്മിറ്റഡ് സൂയിസൈഡ്. മൈ ഗോഡ്. എവിടെ വെച്ച്? നമ്മുടെ കാസർഗോഡ് വെച്ച്. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. നിങ്ങൾ ചെല്ലു, ഞാൻ പ്രിൻസിപ്പലിനോട് വിവരം അറിയിക്കട്ടെ.
മരണം കാണാനെത്തിയ ഏപ്രിൽ ഫുൾക്കെല്ലാം നന്ദി. കൊള്ള റാസ്കൽ. ഞങ്ങൾ നീ പറ്റിച്ചാണല്ലേ? ആ, കാണിച്ചുതരാം. Take it easy, madam. മോഹൻ പറഞ്ഞിട്ടാണ് ഞാൻ വിവരം അറിഞ്ഞത്. എനിവേ, മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. താങ്ക്സ്. കൈൻഡ്ലി അക്സെപ്റ്റ് മൈ പ്രസന്റേഷൻ. പിന്നെ മോഹനെ കണ്ടോ? കണ്ടില്ല. ഓക്കെ, സീ യു. കാണാം. എടി, ഏതായാലും തുറന്നു നോക്ക്. പലതൊക്കെ കാണും. തുറന്നാലല്ലേ എന്താണെന്ന് അറിയാൻ കഴിയൂ. എടി, ഇത്തരം തമാശ കാണിക്കുന്നവൻ ദേവനല്ലടി, അവൻ അസുരനാ. നീയുടെ വല്ലാതെ വിളയുന്നുണ്ടല്ലോ. അവനോട് നമുക്കിന്ന് പകരം വീട്ടണം. വഴി വാ. ഒന്ന് വേഗാവട്ടെ. ദേഹം വരുന്നുണ്ട്. കഴിഞ്ഞു. വേഗം. ഒരു കാര്യം ചെയ്യും, നീ തന്നെ പ്രകാശിന്റെ വീട് വരെ പോകും. പഴയ കരിയിലേക്ക് നമ്മുടെ പരിപാടിയിലാണ് നടത്തിലാവും. നീ ചോദിക്കുന്നല്ലടാ നല്ലത്. എടാ, കുറെ കാശിന്റെ കാര്യം ഞാൻ അഡ്ജസ്റ്റ്മെന്റ് നടത്തിയതാ. ഇനി ഞാൻ ചോദിച്ചാൽ അവൻ തരില്ല. നീ ആദ്യമായിട്ട് ചോദിക്കില്ലേ? എടാ, ഒരു ഡൗട്ടും വേണ്ട, 100% സക്സസ് ആയിരിക്കും. ശരി, എന്നാ ഞാൻ തന്നെ പോയിട്ട് നീ വെക്കും. ഞാൻ ഹോസ്റ്റലുണ്ടാവും. ഇവിടെ ഞാൻ പോയിട്ട് വരാം. ഹലോ, പ്ലീസ് കം. ഇപ്പൊ എങ്ങനെയുണ്ട്? ഒന്നുമില്ല, ഒരു മൈനർ ഫ്രാക്ചർ. ഐ എം വെരി സോറി. സോറി? എന്തിന് സോറി പറയാൻ ഹേമൊന്നും ചെയ്തില്ലല്ലോ. അത് പിന്നെ സ്കൂട്ട് അല്ല ബൈക്ക് ഞാൻ ബ്രേക്ക് അഡ്ജസ്റ്റ് ചെയ്തു. അല്ല, പക്ഷെ ബൈക്ക് ഓടിക്കാൻ ഞാൻ അറിഞ്ഞിരുന്നില്ലേ. കൊക്കിന് വെച്ചത് കുളക്കോഴിക്ക് കൊണ്ടുവല്ലേ? ദേവന്റെ ഇന്നലത്തെ പ്രസന്റേഷൻ ആയിരിക്കും ഹേമ ഇത്ര ചൂടാകാൻ കാരണം. ടേക്ക് ഇറ്റ് ഈസി. പട്ടാളച്ചിട്ടയിലുള്ള ജീവിതവും സന്യാസവും ഒക്കെ തുടങ്ങുന്നതിന് മുമ്പ് സ്വല്പം രസിക്കാനുള്ള സമയം ഇപ്പോഴേ കിട്ടും. ഇതൊന്നും അത്ര സീരിയസ് ആയി എടുക്കരുത്. ഇത് നിർത്തുന്നേ. മോഹന് എന്നോട് ഒരു വിരോധവുമില്ല, മാത്രമല്ല സന്തോഷവുമാണ്. കുറച്ചുകൂടി അടുക്കാൻ പറ്റിയല്ലോ. ഞാൻ പോട്ടെ. അപ്പേ ഏതായാലും ഇത് ശരിയായില്ല. എന്താ? രോഗിയെ കാണാൻ വരുമ്പോ വല്ല ആപ്പിളോ ഓറഞ്ചോ ഒക്കെ കൊണ്ടുവരുന്ന ഒരു പതിവാണ്. ഞാൻ അടുത്ത പ്രാവശ്യം വരുമ്പോ കൊണ്ടുവരാം. ആഹാ, അത് കൊള്ളാമല്ലോ. അപ്പൊ തൽക്കാലം ഞാനിവിടെ എഴുന്നേക്കണ്ടാന്ന്. അതങ്ങ് മനസ്സിൽ വെച്ചാ മതി. 4-5 ദിവസം കഴിയുമ്പോ ഇതൊക്കെ അറുത്ത് മുറിച്ച് വലിച്ചെറിഞ്ഞ് ഞാനങ്ങോട്ട് വരും. ഞാൻ പോട്ടെ. ശരി, അതുകൊണ്ട് വന്നാട്ടെ. അച്ഛൻ ഒറ്റയ്ക്ക് ഇത്രയും ദൂരം ഡ്രൈവ് ചെയ്ത് വരേണ്ടിയിരുന്നില്ല. ആവുന്ന കാലത്തല്ലേ മോളെ ഇതൊക്കെ സഹായിക്കൂ. വയസ്സായെങ്കിലും വണ്ടി ഓടിക്കാൻ ഇപ്പോഴും കുഴപ്പമൊന്നുമില്ല. അച്ഛാ, സുരേഷിന് പുതിയ ട്രീറ്റ്മെന്റ് കൊണ്ട് വല്ല ഫലമുണ്ടോ? നമ്മുടെ തൃപ്തിക്ക് വേണ്ടി നടത്തുന്നേ ഉള്ളൂ. മനുഷ്യന്റെ കഴിവിന് ഒരു പരിമിതിയില്ലേ മോളെ? അച്ഛൻ വിഷമിക്കാതിരിക്കൂ. ഞാനിപ്പോ മെഡിസിൻ പഠിക്കുന്നത് തന്നെ അതിനു വേണ്ടിയാണ് അച്ഛാ. നിന്റെ ഈ വിശ്വാസം തന്നെ മനസ്സിന് വലിയൊരു ആശ്വാസമാണ്. അന്നായിട്ടിപ്പോ എങ്ങനെയുണ്ട്? കാലിന് നീര് വന്ന് 3-4 ദിവസം കിടക്കേണ്ടി വന്നു. ശരീരം പ്രത്യേകം സൂക്ഷിക്കാൻ പറയണം. നമ്മുടെ ശ്രീദേവി എങ്ങനെയുണ്ട് അച്ഛാ? ഏത്? നമ്മുടെ ശ്രീദേവി. ഓ, അവളുടെ അച്ഛന് ട്രാൻസ്ഫർ കിട്ടിയെന്ന് കേട്ടു. എവിടേക്കാ? എവിടേക്കാണെന്ന് അറിഞ്ഞുകൂടാ. നീ പോയതിനു ശേഷം അവളോട് വരാറേ ഇല്ല. മോളെ, അച്ഛൻ പോയിട്ട് വരട്ടെ. ഞാൻ ലാബിൽ നിന്ന് പോയിട്ട് വരാം. നീ ഇങ്ങോട്ട് പോയിക്കോ. ശരി.
ഹേമേ, ഹേമയെ കണ്ട് നന്നായി. എന്താ ഞാൻ അടിയന്തരമായി നാട്ടിൽ പോകും. എക്സാം എടുക്കല്ലേ മോഹൻ? പ്രത്യേകിച്ച് എന്തെങ്കിലും? അച്ഛൻ അസുഖം കൂടുതലാണെന്ന് ടെലഗ്രാം. പോയിട്ട് ഇന്ന് മടങ്ങി വരും. അത് ചെന്നിട്ടല്ലേ പറയാൻ പറ്റൂ. ഞാൻ വരട്ടെ. മോഹൻ എന്താ ഹേമേ? അല്ല, എപ്പോഴാ പോകുന്നത്? രാത്രി വണ്ടിക്ക്. എന്താ? ഒന്നുമില്ല. വരട്ടെ. ആ മോൻ ഒരു ഫോൺ വന്നിട്ടുണ്ട്. നീ ഒരു കാര്യം ചെയ്യും, ഇതൊക്കെ ഒന്ന് പാക്ക് ചെയ്തിട്ട് ഒരു ടാക്സി വിളിച്ചോണ്ടോ. ശരി. ഹലോ മോഹൻ. യെസ്. ഞാൻ ഹേമ. എന്താ ഹേമേ? ഒന്നുമില്ല. പിന്നെ മോഹൻ പോകാൻ തയ്യാറായോ? ആ, റെഡിയായി. ഹേമേ, ഹേമേ, എന്താ ഒന്നും പറയാത്തത്? മോഹൻ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറയൂ. മോഹൻ പോകുന്നെന്ന് അറിഞ്ഞപ്പോ ഹലോ മോഹൻ. ഹലോ. എനിക്ക് ഞാൻ സത്യം പറയട്ടെ, ഇന്നലെ വരെ എനിക്ക് ആരോടും തോന്നാത്തൊരു പ്രത്യേകതയാണിത്. ഇതിനെന്ത് പേര് വിളിക്കണമെന്ന് എനിക്കറിയില്ല. ഇതിന്റെ പേര് സ്നേഹമാണെങ്കിൽ ഞാൻ മോഹനെ സ്നേഹിക്കുന്നു. ഐ ലവ് യു. മോഹൻ, ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും? സത്യം പറഞ്ഞാൽ ഇപ്പൊ തന്നെ ഹേമയുടെ അടുത്ത് പറഞ്ഞെത്തണമെന്നുണ്ട്. ബോധപൂർവമല്ലാതെ തന്നെ എന്റെ മനസ്സിൽ കെട്ടിവെച്ചതെല്ലാം ഹേമയെ തുറന്ന് കാണിക്കണമെന്നുണ്ട്. വീട്ടിലെത്തിയ ഉടനെ തന്നെ എല്ലാ ദൂരത്തിലും ഞാൻ കത്തയക്കും. പക്ഷെ ഒന്ന്, കത്ത് കിട്ടിയ ഉടനെ തന്നെ മറുപടി വയ്ക്കും. തീർച്ചയായും. ഹലോ 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 ഹലോ. മോഹൻ, ട്രെയിൻ സമയം. ടാക്സി നിന്നിട്ട് വാ, പോവാം. ഹലോ. വാടേ. ഹലോ.
ഹേമ. ഹായ് ഞാൻ 2 ദിവസമായിട്ട് ക്ലാസ്സിൽ കാണാറില്ല. ചില സുഖം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ലീവ് എടുത്തു. മോഹന്റെ വിവരമല്ലോ ഉണ്ടോ? ആ പകയം പോയിട്ട് ഫോൺ പോലും ചെയ്തില്ല. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവും, അതായിരിക്കും വിളിക്കാഞ്ഞത്. ഏതായാലും വിവരം അറിയിക്കായിരിക്കില്ല. അത് ശരിയാ. ഓക്കെ ബൈ. ആ എനിക്കൊരു ലെറ്റർ ഉണ്ട്. താങ്ക് യു. ഓക്കെ. ഡിയർ ഹേമ, അന്ന് നമ്മൾ ഫോണിൽ സംസാരിച്ചതിന് ശേഷം അതിനെക്കുറിച്ച് മാത്രമായിരുന്നു എന്റെ ചിന്ത. നമ്മുടേതായ ഒരു കൊച്ചു സാമ്രാജ്യത്തിന്റെ സ്വപ്നങ്ങളായിരുന്നു എന്റെ മനസ്സ് മുഴുവൻ. പക്ഷേ വിധി എനിക്കെതിരായിരുന്നു. അവസാന നിമിഷം എണ്ണിക്കഴിയുന്ന എന്റെ അച്ഛന്റെ ആഗ്രഹപ്രകാരം അദ്ദേഹത്തിന്റെ അനന്തരവളെ വിവാഹം കഴിക്കാൻ ഞാൻ തീരുമാനിച്ചു. ഞാൻ ഇതോടെ പഠിപ്പ് നിർത്തുകയാണ്. എന്റെ നിസ്സഹായാവസ്ഥ മനസ്സിലാക്കി എന്നോട് ക്ഷമിക്കൂ. ഹേമ നല്ലൊരു കൂട്ടുകാരനെ കണ്ടെത്തും. ആശംസകളോടെ സ്വന്തം മോഹൻ. മോളെ എന്താ നേരെ ഒരുപാടായി ഊണ് കഴിക്കണ്ടേ? ആ വാ വരുന്നു. എത്രയാ? 4 അണ. കാണിക്കുന്നത് 4 എണ്ണോ പൊട്ടിച്ചത്. 1 രൂപ കൊടുക്കണം. നീ എന്താ സുഖമില്ലാത്തവരെ ചെയ്യണേ? മുതലാളി, ഇത് എന്റെ വയറ്റിപ്പഴുപ്പാ. 5 കണ്ണോ പൊട്ടിച്ചു കളഞ്ഞത്. അതിന് എന്താ വേണ്ടി? എനിക്ക് 2 രൂപ കിട്ടണം. എന്നാ പിടിച്ചോ. ഓ മോനെ, നീ എന്താ ചെയ്യണേ? നടക്ക്. നാട്ടുകാരെ കയ്യിൽ നിന്ന് അടി മേടിക്കാൻ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങും. നടക്ക്. വാ. May I come in? Yes, come. Yes. ഒന്ന് തല ഉയർത്തി നോക്കൂ സാറേ. നീയായിരുന്നോ? എന്തേ ഇങ്ങോട്ടൊക്കെ വരാൻ തോന്നിയത്? മോനെ സ്കൂളിൽ വിട്ട് വരുന്ന വഴിയാ. നിന്നെയും പൊക്കിയെടുത്ത് പോയി ബോറടി തീർക്കാമെന്ന് കരുതി. അതിനേ എനിക്കിവിടെ ജോലിയുണ്ട്. പിന്നെ മലമറിക്കുന്ന ജോലിയല്ലേ, നിനക്കെങ്ങനെ പറയാം? വിധി മനുഷ്യന്റെ ജീവനെടുത്ത് കളിക്കുന്നതിന് സമയ സന്ദർഭമൊന്നുമില്ല ശ്രീദേവി. എന്റെ അഭാവം ചിലപ്പോ ഒരു ജീവൻ നഷ്ടപ്പെടുത്തിയേക്കും. സത്യം പറഞ്ഞാല് എനിക്ക് അത്ഭുതം തോന്നുന്നു. നീ ഇങ്ങനെയാണ് മോളെ ഇത്ര സീരിയസ് ടൈപ്പായി പോയത്. ജീവിതത്തിൽ പലപ്പോഴും സീരിയസ് സംഭവങ്ങൾ നേരിടുമ്പോൾ ആരായാലും എന്നെ പോലെ സീരിയസ് ടൈപ്പായി പോവും. ഏതായാലും വാദിക്കാനൊന്നും ഞാനില്ല. നിനക്കിപ്പോ വരാൻ പറ്റുമോ? ഇടി ഞാൻ ഡോക്ടർ ഒരു സീരിയസ് കേസ് വന്നിരിക്കുന്നു, ഞാനിപ്പോ വരാം. ഇപ്പൊ നിനക്ക് മനസ്സിലായല്ലോ ഇവിടുത്തെ കാര്യങ്ങൾ? മനസ്സിലായേ? ഞാൻ പോകുന്നേ. ശ്രീദേവി, ഞാൻ ഒരു ദിവസം തീർച്ചയായും വരാം. ഓക്കെ? ഓക്കെ. നോക്കൂ മകനേട്ടാ, അവൻ ഓടിച്ചാടി പോകുന്നത്. അവന്റെ പ്രായം അതല്ലേ? നമുക്കൊന്ന് നോക്കിയാലോ? വേണ്ട, വർഷാവേ ഉള്ളൂ. കാരണം കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ 10 വർഷം കഴിഞ്ഞു. ആ ഇപ്പോഴേ ഓർത്തത്. അടുത്ത ആഴ്ചയല്ലേ നമ്മുടെ വെഡിങ് ആനിവേഴ്സറി? അപ്പൊ ഓർമ്മയുണ്ടല്ലേ? നമുക്കത് ഗ്രാൻഡായി തന്നെ നടത്തണം.
പ്രത്യേകിച്ച് ഇത്തവണ ഹേമ കൂടി ഉണ്ടല്ലോ. ആഘോഷങ്ങളൊക്കെ നമുക്കുള്ളിൽ തന്നെ ഒതുക്കുന്നതല്ലേ നല്ലത്? അതൊന്നുമല്ല, എല്ലാവരെയും ക്ഷണിക്കണം. എല്ലാം നിന്റെ ഇഷ്ടം. പെട്ടെന്നായതുകൊണ്ട് കല്യാണത്തിന് പോലും ഹേമയെ വിളിക്കാൻ പറ്റിയില്ല. മറ്റാര് വിളിച്ചില്ലെങ്കിലും അവളെ വിളിക്കണം. ശരി. അപ്പൊ എന്നാ നമുക്ക് അവളുടെ വീട്ടിൽ പോകേണ്ടത്? നീ തന്നെ പോയാൽ മതി. എനിക്ക് വേറെ ജോലികളുണ്ട്. ഒന്നും ഒഴിവാക്കാനും പറ്റില്ല. എന്ത് പറഞ്ഞാലും ഈ എക്സ്ക്യൂസ് പറയുമെന്ന് എനിക്കറിയാം. ഹേമയെ ഞാൻ തന്നെ പോയി ക്ഷണിച്ചോളാം. സൗകര്യം കിട്ടിയാൽ വരാമെന്നല്ലാതെ ഞാൻ ഇങ്ങനെ ഉറപ്പ് പറയാന്. എന്ത് പറഞ്ഞാലും ഇത്തവണ ഒഴിയാൻ പറ്റില്ല. എടി പെണ്ണെ, പണ്ടത്തെ കഥകളൊക്കെ ഓർക്കാൻ ഇപ്പോൾ നീ മാത്രമേ ഉള്ളൂ. കോളേജ് വിട്ടതിന് ശേഷം മറ്റാരെയും ഞാൻ കണ്ടിട്ടില്ല. നീ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഞാൻ ഒരാളെ കണ്ടിരുന്നു, ശ്രീദേവി. രവി, ഈസ് ഇറ്റ്? പാർട്ടി ഇപ്പോൾ എവിടെയാ? കൃഷ്ണമ്മ. ഓഹോ, മരിച്ചതിന് ശേഷമാണ് ഞാനും കണ്ടത്. ഇറ്റ് വാസ് ആൻ ആക്സിഡന്റ്. സോ സാഡ്. വിശ്വസിക്കാനേ പറ്റുന്നില്ല. വിശ്വസിക്കാൻ പറ്റാത്തതാണ് ജീവിതത്തിൽ പലപ്പോഴും സംഭവിക്കാറ്. നിനക്ക് നേരമായല്ലേ മോനെ? ഓക്കെ, വെഡിങ് ആനിവേഴ്സറിക്ക് തീർച്ചയായും നീ വരണം. ഓക്കെ? ഡോക്ടർ ശേഖർ ഇന്റൻസീവ് കെയർ യൂണിറ്റിലേക്ക് മാറ്റിയിട്ട് ഓപ്പറേഷൻ ആയിരുന്നു നാളെ തീരുമാനിക്കാം. സിസ്റ്റർ, ചെക്കപ്പ് ബി. മിസ്റ്റർ വാര്യർ, തലവേദന ഉള്ളപ്പോഴാണോ എഴുത്തൊക്കെ? ജീവിക്കാൻ മറ്റു നിവൃത്തി ഒന്നുമില്ല എന്നിട്ടാ. ദിവസം മുഴുവൻ ഇങ്ങനെ ഇരുന്ന് എഴുതാൻ തലവേദന കൂടും. 4-5 കാശുണ്ടാക്കാൻ ഇതല്ലാതെ മറ്റു ഒരു മാർഗവും ഞാൻ കാണുന്നില്ല. പുതിയ ആൾക്കാർക്കൊന്നും എന്റെ കഥ വേണ്ട. പഴയ ആൾക്കാരൊക്കെ ഇപ്പോഴും സഹായിക്കുന്നുണ്ട്. ഇതിന് എന്ത് വരുമാനം ഉണ്ടാക്കാനാ? അത്യാവശ്യ കാര്യങ്ങളൊക്കെ നടക്കുന്നേ ഉള്ളൂ. പക്ഷെ കാശ് സമ്പാദിക്കാൻ ഞാൻ വേറൊരു വഴി കണ്ടുവച്ചിട്ടുണ്ട്. ഞാനിങ്ങോട്ട് പോരുന്നതിന് മുമ്പേ ഒരു സിനിമാ നിർമ്മാതാവ് സിനിമ പിടിക്കാൻ എന്റെ ഒരു കഥ ചോദിച്ചിട്ടുണ്ട്. എല്ലാത്തിനും പേടിക്കാനില്ലല്ലോ. ഞാനും അങ്ങനെ തന്നെ വിചാരിച്ചിരിക്കണേ. എളുപ്പം കാശുണ്ടാക്കാൻ സിനിമയ്ക്ക് കഥ എഴുതിയാ മതി. കഥ നന്നാവണമെന്നൊന്നുമില്ല, പട എങ്ങനെയെങ്കിലും ഓടിയാ മതി. പിന്നെ ഒരു 5-6 എണ്ണം ആ രീതിയിലങ്ങോട്ട് എഴുതിയാൽ ഇഷ്ടം പോലെ കാശുണ്ടാക്കാം. പക്ഷേ തലയിൽ വരയ്ക്കണമെന്നേ ഉള്ളൂ. തലയില് വരെയാണ് കടലാസിലെ വരയേക്കാൾ വലുത്, അല്ലേ?
എന്താ മിസ്റ്റർ വാര്യ പുറത്തിരിക്കുന്നത്? ഒന്നുമില്ല. തലവേദന എങ്ങനെയുണ്ട്? ഉണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ട്, ഈ പില്ലേന്ന് ചോദിച്ചാൽ ഇല്ലേനും. പക്ഷേ ഇപ്പോഴുള്ള തലവേദന സാധാരണ വരാറുള്ള തലവേദന അല്ലാതെ മാത്രം. അതെന്താ? ഇത് വായിച്ചപ്പോ മുതൽ തുടങ്ങിയതാ ഒരു സംശയം. അക്ഷരത്തിലാണോ അതോ അക്കത്തിലാണോ കൂടുതൽ അർത്ഥം? കാരണം വീട്ടിൽ നിന്ന് വന്ന എഴുത്താണ്. അക്ഷരത്തിൽ എഴുതിയിട്ടുള്ളത് മുഴുവൻ അക്കത്തിന്റെ കണക്കാ. കാശിന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ഭാര്യയുണ്ട്, തളവാദം പിടിച്ച് കിടക്കുക. പ്രായമായൊരു മകളുണ്ട്, പേര് സുഭാഷിണിന്നാണ്. സുഭാഷിണി, നല്ല പേര്. അവളുടെ ശബ്ദം കേൾക്കാനുള്ള കൊതി കൊണ്ട് ഇട്ടുപോയതാ. പക്ഷെ എന്താ ചെയ്യാ, ഊമയായിപ്പോയി. അയ്യോ, ഐ എം സോറി. എന്നാലും ദൈവത്തിന് കുറ്റം പറയാൻ പറ്റില്ലാത്തോ. എന്തൊക്കെ കുറവുണ്ടെങ്കിലും ആവശ്യത്തിലേറെ സൗന്ദര്യം കൊടുത്തിട്ടുണ്ട് എന്റെ മോൾക്ക്. മകൾ വീട്ടിൽ തന്നെ ഇരിപ്പാണോ? അല്ല, അമ്പലത്തിന് മാല കോർക്കുന്നുണ്ട്. പതിവിനോട് കിട്ടുന്ന കൂട്ടിക്കോളൂ. എനിക്ക് ഒരേ ഒരു പ്രാർത്ഥനയുള്ളൂ, എന്റെ മോളുടെ കല്യാണം ഒന്ന് നടന്നു കാണണമെന്ന്. എന്റെ സ്ഥിതിയാണെങ്കിൽ ഇങ്ങനെയായിപ്പോയി. ഒരു ഉമ്മപ്പെണ്ണിനെ കെട്ടാൻ ആരാ വരെ അല്ലേ? സമാധാനമായിരിക്കും, ദൈവം എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരാതിരിക്കില്ല. ആ, പോയി കിടക്കും മിസ്റ്റർ വാര്യർ, പ്ലീസ്. നീ നല്ലയാണ്. നീ എന്താ എത്ര വൈകിയത്? സുരേഷ് നല്ല സുഖമില്ലായിരുന്നു. എന്ത് പറ്റി? ഒരു ചെറിയ പനി. ഓ, അവനൊരു കൊച്ചു കുറ്റപ്പനാണെന്ന് നിനക്കറിഞ്ഞൂടെ? മോഹനേട്ടാ, മോഹനേട്ടാ. ഹലോ ഹേമ. ഹലോ. ഹാപ്പി മാരീഡ് ലൈഫ്. താങ്ക് യു. ഞാനിന്ന് വളരെ ഹാപ്പിയാണ്. എന്തില്ലാത്ത വിധം ആദ്യമായി ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിക്ക് നീയോട് പങ്കെടുത്തു. ആ, നീ മോഹനേട്ടനുമായി സംസാരിച്ചേക്ക്. കാറ്റിൽ ആത്തിയടിക്കാൻ ബഹും എടുക്കണ. ഞാനിപ്പോ വരാം. സുഖം തന്നെ. ഇന്ന് ഡ്യൂട്ടി ഉണ്ടായിരുന്നല്ലേ, അതുകൊണ്ടായിരിക്കും വരാൻ താമസിച്ചത്. എനിക്കെന്താ ഒന്നും പറയുന്നില്ലേ? ഇല്ല. എനിക്ക് എന്നോട് ഒരു പക്ഷെ ദേഷ്യമായിരിക്കും. ഒന്നുമില്ല. എനിക്ക് ഒരു വിവാഹം കഴിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹമില്ലേ? ആഗ്രഹിക്കാൻ മാത്രം പോരല്ലോ, അത് നടക്കാനുള്ള വിധിയും വേണ്ടേ? മോഹനത്തിന് ഹേമയെ വധിച്ചൊന്നുമല്ലേ? അങ്ങനൊന്നുമല്ല. വാ, നമുക്ക് ഭക്ഷണം കഴിക്കാം. ഈ ഗിഫ്റ്റ്സ് ഒക്കെ എന്താണെന്നൊന്ന് നോക്കിയത് പോലും ഇല്ല. ഓ, ഇനിയിപ്പോ അതിനാ സമയം. നീ അതൊക്കെ മാറ്റി വെച്ചിട്ട് കിടന്ന് ഉറങ്ങണം. എന്നാലും ആ ഹേമ കൊണ്ടുവന്ന എന്താണെന്നൊന്ന് അറിയണം. ഓ, ഇതാണ് ഇത്ര വലിയ കാര്യമായിട്ട് അവൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഇഫ് യു ഡു നോട്ട് അണ്ടർസ്റ്റാൻഡ് മൈ സൈലൻസ്, യു വിൽ നോട്ട് അണ്ടർസ്റ്റാൻഡ് മൈ വേർഡ്സ്. നൈസ്. നോക്കൂ. എന്റെ നിശബ്ദത നിനക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ എന്റെ വാക്കുകളും നിനക്ക് മനസ്സിലാവും. എന്താ ജിലേബി? ജിലേബി ഒരലവലാതി.
എന്താ കിടക്കുന്നേ? സുഖമില്ലേ? ഓ നമ്മക്കൊന്നുമില്ല പോലെ ഒരു ചെറിയ തലവേദന. തലവേദനയാ? ആ. എന്റെ ചേച്ചിയിട്ട് പോവാ. വേണ്ട പോണം. വേണ്ട. മരുന്ന് വാങ്ങണം. വേണ്ട. വാസുവോ ഓനിക്ക് എന്താ വേണ്ട ചാ കൊടുക്ക്. എനിക്കൊന്നും വേണ്ട. എന്റെ കൂടെ വാ, മരുന്ന് വാങ്ങാം. എന്നാ എനിക്ക് ജിലേബി വേണ്ട. പിന്നെ എനിക്ക് എന്താ വേണ്ടിയത്? മരുന്ന് വാങ്ങണം. എന്റെ കൂടെ വാ. നമ്മളെ തലവേദന മാറി മോനെ. അന്റെയും മനസ്സാണ് നമുക്ക് മരുന്ന്. ആ പോയിക്കോ. നമുക്ക് തന്നെ ഉണ്ടാക്കാൻ വരാൻ വയ്യ. പോയിക്കോ. ആ സൂക്ഷിച്ചു പോണേ. പോയിക്കോ. 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20. Yes, Mohan speaking. സ്റ്റെയർകേസിൽ താഴെ വന്നു. എന്നിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നു. ഞാൻ ഉടനെ വരാം. കരയാതെ ചെയ്തു. അവനൊന്നും സംഭവിക്കില്ല. എന്റെ മോൻ നിന്റെ മോൻ എന്റെ മോനല്ലേ? എന്റെ മോൻ എന്റെ മോൻ തൽക്കാലം പേടിക്കാനൊന്നും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഏത് നിമിഷം എങ്ങനെ തിരിയുമെന്ന് പറയാനാവില്ല. സത്യത്തിൽ ഒഴിഞ്ഞു മാറാൻ വയ്യാത്തതുകൊണ്ടാണ് ഞാൻ കോൺഫറൻസിന് പോകുന്നത്. പ്ലീസ് ഡോക്ടർ ശേഖർ, ഈ കേസ് പ്രത്യേകം ശ്രദ്ധിക്കണം. ഡോക്ടർ, ഈ കേസിൽ എന്തെങ്കിലും സംഭവിച്ചാൽ അതെന്റെ പ്രൊഫഷനെ മാത്രമല്ല ബാധിക്കുക. മിസ്റ്റർ ശ്രീദേവി മോഹൻ ഡോക്ടറിന്റെ ഏറ്റവും വലിയ ഫ്രണ്ട് ആയതുകൊണ്ടല്ലേ? യു ആർ റൈറ്റ്. ഞാൻ പോകുന്നു ഡോക്ടർ. അമ്മായി കോഫി, സ്ട്രോങ് കോഫി അല്ലേ മോളെ? ഇപ്പൊ തരാം. ആ മോളെ, വിനോദിന്റെ കാര്യത്തിൽ പേടിക്കാനൊന്നുമില്ലല്ലോ? ഒന്നും പറയാറായിട്ടില്ല അമ്മായി. ഇവിടെ വൈദ്യശാസ്ത്രം തോൽക്കേണ്ടി വന്നാൽ വിധി അത്രയ്ക്കും ക്രൂരത എന്നോട് കാണിക്കില്ലല്ലേ? ഇല്ല മോളെ, ഇല്ല, ഒരിക്കലുമില്ല. മോള് സമാധാനമായിരിക്കും. ആ മോളെ, നിനക്കെന്നാ കോൺഫറൻസിന് പോകണ്ട? നാളെ പോണം. ആ നീ റെസ്റ്റ് എടുക്ക, ഞാനിപ്പോ കാപ്പി കൊണ്ടുവരാം. എന്റെ മോൻ എന്തെങ്കിലും സംഭവിച്ചാൽ എന്താ ശ്രീദേവി ഇത്? നമ്മുടെ മോനെ ആപത്തും സംഭവിക്കില്ലെന്ന് ഞാനല്ലേ പറഞ്ഞത്? ധൈര്യമായിട്ടിരിക്കും. പെട്ടിയിലെടുത്ത് വെച്ചോ. സുരേഷ്, ചേച്ചി ചേച്ചി പോയിട്ട് വരട്ടെ. നോക്ക്,
ഞാൻ പോയി തിരിച്ചു വരുന്നവര് ശ്രദ്ധിക്കുക. ഇവിടുന്ന് പുറത്തെവിടെയും പോരുത്. പോവില്ല പോവില്ല. അമ്മായി പറയുന്നൊക്കെ കേൾക്കാം. കേക്കാം. നല്ല കുട്ടിയല്ലേ? വരട്ടെ. ചേച്ചി ചേച്ചി ചേച്ചിയുടെ തല ചൂടാണ്. പൂ മുഴുവൻ വിരിഞ്ഞിട്ടില്ല. പൂ അവിടെ. സാരമില്ല, ഞാൻ പോട്ടെ. അല്ല, മാഷ് ഇവിടെ വന്നിരിക്കുകയാണോ? ഇതാ ഇത് കഴിക്കൂ. അല്ല മാഷെ, അറിയാമെന്ന് ചോദിക്കുക. മാഷെ കാണാൻ എന്താ ആരും വരാത്തത്? കുട്ടി, സഹതാപം ആവശ്യപ്പെടുന്നവരോടും സഹതാപം കാണിക്കുന്നവരോടും എനിക്ക് വെറുപ്പാ. കാരണം എന്താണെന്നറിയോ? ഇവരെ കാണാൻ വരുന്നവരൊക്കെ എന്തിനാ വരണേ? ഇവിടെ കിടക്കുന്നവരെ പോലെ ഞാൻ രോഗിയല്ല, ഞാൻ ഒറ്റപ്പെട്ടവനല്ല, ഞാൻ നിസ്സഹായനല്ല എന്ന് കണ്ട് സ്വയം സന്തോഷിക്കാൻ. പിന്നെ എല്ലാം ഒരു ഷോ. എന്നെ കാണാൻ ആരും വരണ്ട, ആരും എന്റെ പേരിൽ സഹതപിക്കുകയും വേണ്ട. പിന്നെ കുട്ടി, എന്റെ ഓപ്പറേഷൻ എന്നൊക്കെയാ നിശ്ചയിച്ചിരിക്കണേ? ഉടനെ ഉണ്ടാവും. അതൊന്ന് വേഗം കഴിഞ്ഞു കിട്ടിയ സമാധാനായി. അത് വേഗം കഴിയാൻ അത്ര ചെറിയ ഓപ്പറേഷൻ ഒന്നും അല്ല മാഷേ. അറിയാം, ട്യൂമറല്ലേ, മേജർ തന്നെയാ. ചിലവർക്ക് ബുദ്ധിക്ക് സ്ഥിരതയില്ലാണ്ടാവും, ചിലവര് സിദ്ധി കൂടും, ചിലവര് രക്ഷപ്പെടുകയും ചെയ്യും. ഞാൻ ഏതായാലും ഈ അവസാനം പറഞ്ഞ വിഭാഗത്തിലാ, രക്ഷപ്പെടുന്ന വിഭാഗം. അതൊന്ന് കഴിഞ്ഞ് വീട്ടിൽ ചെന്നിട്ട് വേണം ഒരു സിനിമയ്ക്ക് കഥ എഴുതി കൊടുത്ത് കുറച്ച് കാശുണ്ടാക്കി എന്റെ മോളുടെ പൊടവൂര് നടത്താൻ. സിനിമയ്ക്ക് കഥ എഴുതുമ്പോ എന്റെ കാര്യം കൂടി ഒന്ന് ഓർമ്മിക്കണം. അതെന്തിനാ കുട്ടി? ഞാനത് ചെറിയ വേഷം തന്നെ ചെയ്യാം. എന്തിനാ ചെറിയ വേഷാക്കണേ? നായിക തന്നെ ആയിക്കോട്ടെ. എന്താ ചെയ്യാ? നേഴ്സായാലും ഡോക്ടറായാലും ഇനിയിപ്പോ എഞ്ചിനീയർ ആയാലും സിനിമയിലൊന്ന് മുഖം കാണിച്ചാലേ ജീവിതം ധന്യാവൂന്ന് വെച്ചാൽ നടക്കട്ടെ നടക്കട്ടെ. ഡോക്ടർ, ഉടനെ ഇന്റൻസീവ് കെയർ യൂണിറ്റിലേക്ക് മാറ്റാനുള്ള ഏർപ്പാടി. Better take her out. അവൻ നമ്മൾ ഒരിക്കലും പോവില്ല. ഹലോ, ഡോക്ടർ ഹേമ പ്ലീസ്. വന്നിട്ടില്ലല്ലോ. എപ്പോ വരുമെന്നറിയാമോ? ഇന്ന് വരുമെന്നാ പറഞ്ഞ്, ഇതുവരെ എത്തിയിട്ടില്ല. ആര് വിളിക്കുന്നത്? ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടർ ശേഖറാണ്. വന്നാ പറയാം. അല്ല, 2-3 ദിവസമായിട്ട് ഫിർലൂസിനെ കൊണ്ട് കാണാനില്ലല്ലോ, എന്തു പറ്റി? ചേച്ചി പറഞ്ഞിട്ടുണ്ട് ഇവിടെ വരരുതെന്ന്. അതെന്താ? നിങ്ങളെല്ലാം ചീത്തയാണെന്ന്. ഓഹോ, അവൾ അങ്ങനെ പറഞ്ഞല്ലേ? ഡോക്ടറാണെന്നും പറഞ്ഞ് രാപ്പകലില്ലാതെ കാറിൽ കറങ്ങി നടക്കുന്നവളല്ലേ അവൾ?
കണ്ടവരുടെയൊക്കെ കൂടെ ചുറ്റി നടക്കുന്ന തെണ്ടി. എന്റെ ചേച്ചി നീ എന്തുവാടാ പറഞ്ഞത്? തെണ്ടി എന്ന്. ഹേമേ, അമ്മായി. അല്ല, ശ്രീദേവിയോ? എവിടെ പോയിട്ട് വരുന്നു? ടൗണിൽ നിന്നും. ഈ വഴി പോയപ്പോൾ ഒന്ന് കയറിയതാ. ഹേമ വന്നില്ലേ? ഇല്ല. ഹോസ്പിറ്റലിൽ പോയാൽ അവനെല്ലാം മറക്കും. ആ, മോൻ എങ്ങനെ ഇരിക്കുന്നു? സുഖമുണ്ട് അമ്മായി. സ്കൂളിൽ പോയി തുടങ്ങി. ആ, രാവിലെ മോഹൻ ഇവിടെ വന്നിരുന്നു. ഒന്ന് കയറി ഇരുന്നു പോലുമില്ല. മോഹനേട്ടനോ? ആ, ഹേമയുമായി എന്തോ സംസാരിക്കുന്നത് കണ്ടു. കാറി കയറി പോവുകയും ചെയ്തു. വിനോദിന്റെ കാര്യം വല്ലതും അന്വേഷിക്കാൻ വന്നതായിരിക്കും. മോനെന്ന് പറഞ്ഞ ജീവനാ. ശ്രീദേവി ഭാഗ്യമുള്ളവളാ. സ്നേഹമുള്ള ഒരു ഭർത്താവിനെ കിട്ടുക എന്ന് പറഞ്ഞാൽ അതിൽ കവിഞ്ഞൊന്നുമില്ല മോളെ. ആ, മോള് വന്നിരിക്കെ, ഞാൻ കാപ്പി എടുക്കാം. വരൂ. എന്താ മിസ്റ്റർ വാര്യർ? ഡോക്ടറോട് ഒരു കാര്യം ചോദിക്കാണ്ടായിരുന്നു. എന്താ? എന്റെ ഓപ്പറേഷൻ തീരുമാനിച്ചു. സന്തോഷായി. ഡോക്ടർ, ഏതായാലും എന്റെ കാര്യം കണക്കിലെടുത്തൂലോ? പോകാൻ എടുക്കുവായോ? അതെ, പോയിട്ട് ഒരുപാട് ജോലികൾ ബാക്കി കിടക്കുന്നുണ്ടേ. ഒരു മിനിറ്റ്. ഡിസ്ചാർജ് ചെയ്തോളൂ. നിങ്ങളുടെ ഓപ്പറേഷന്റെ കാര്യം വീട്ടിലറിയിക്കണ്ടേ? അതിന്റെ ഒന്നും ആവശ്യമില്ല. അവര് അവിടുന്ന് ഇങ്ങോട്ട് വരിക എന്ന് പറഞ്ഞാൽ അതൊക്കെ വലിയ പ്രയാസമുള്ള കാര്യങ്ങളാ. ഇതങ്ങിട്ട് കഴിഞ്ഞാൽ എനിക്ക് അവരെ പോയി കാണാലോ. അതത്ര പെട്ടെന്ന് സാധിക്കൂ. കുറച്ചു ദിവസം ഇവിടെ കിടക്കേണ്ടി വരും. അത് സാരല്ല, എത്രയും പെട്ടെന്ന് അങ്ങോട്ട് പോകണം. അല്ലെങ്കിൽ ഒക്കെ അവതാളത്തിലാവും. ശരി, സമയമായി. കിടന്നോളൂ. അമ്മായി, ഞാൻ വരട്ടെ. ഹേമ വരാൻ ഇനിയും താമസിക്കും. ഇല്ല മോളെ, വരാറായി. ആ, അതെ, അവള് വന്നല്ലോ. പിന്നൊരു കാര്യം, അടുത്ത പ്രാവശ്യം വരുമ്പോ മോനെയും കൊണ്ടേ വരാവൂ. രാവിലെ വന്ന രാത്രിയിലേ പോകാനൊക്കത്തുള്ളൂ. കേട്ടല്ലോ? ശരിയമ്മായി. ആഹാ, നീ എപ്പോ വന്നു? കുറെ നേരമായി. ഞാൻ പോകാൻ തുടങ്ങിയായിരുന്നു. ഇപ്പോഴേ പതുക്കെ പാടി. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? വിശേഷം ഒന്നുമില്ല. നിനക്ക് സുഖമാണോ? അമ്മായി കാത്തൊക്കെ തന്നല്ലേ? അതെ. നീ ഇരിക്കും, ഞാൻ മുഖം കഴിയിട്ട് വരാം. ഡിയർ ഹേമേ, അന്ന് നമ്മൾ ഫോണിൽ സംസാരിച്ചതിന് ശേഷം
അതിനെക്കുറിച്ച് മാത്രമായിരുന്നു എന്റെ ചിന്ത. നമ്മുടേതായ ഒരു കൊച്ചു സാമ്രാജ്യത്തിന്റെ സ്വപ്നങ്ങളായിരുന്നു എന്റെ മനസ്സിൽ. ശ്രീദേവി, എനിക്ക് ഒരു വിവാഹം കഴിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹമില്ലേ? ആഗ്രഹിച്ചാൽ മാത്രം പോരല്ലോ, അത് നടക്കാനുള്ള വിധിയും വേണ്ടേ? നിന്റെ മോൻ എന്റെയും മോനല്ലേ? ആ, രാവിലെ മോഹൻ ഇവിടെ വന്നിരുന്നു. ഒന്ന് കയറി ഇരുന്നു പോലുമില്ല. മോഹനേട്ടനോ? ആ, ഹേമയുമായി എന്തോ സംസാരിക്കുന്നത് കണ്ടു. കാറി കയറി പോവുകയും ചെയ്തു. ശ്രീദേവി, ഇതാ നിനക്ക് വേണ്ടി വാങ്ങിച്ച സാരി. ഇഷ്ടപ്പെട്ടു? ഞാൻ ആഹാരം എടുത്തു വയ്ക്കാം, ഡ്രസ് മാറ്റി വരൂ. എനിക്ക് വേണ്ട, ഞാൻ പുറത്തുനിന്ന് കഴിച്ചു. നീ കഴിച്ചോ? എനിക്കൊന്നും വേണ്ട. കാരണം? എനിക്ക് നല്ല സുഖമില്ല. ശ്രീദേവി, നിനക്ക് എന്ത് പറ്റി? എന്ത് പറ്റിയെന്നോ? ഇതിൽ കൂടുതൽ എന്ത് പറ്റാനാണ്? ഭർത്താവിന്റെ സ്വപ്ന സാമ്രാജ്യത്തിൽ ഒരു ഭാര്യ അധികപ്പറ്റായിരിക്കുന്നു. മനസ്സിലായില്ല. പാവം, നിങ്ങൾ ഇനി അഭിനയിക്കുകയാണല്ലേ? നിങ്ങൾ മനഃപൂർവ്വം എന്നെ വഞ്ചിക്കുകയായിരുന്നു. ഞാനിതൊന്നും അറിയില്ലെന്ന് കരുതിയല്ലേ? നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഞാൻ പറയണോ? നിങ്ങൾ ജോലി തിരക്കെന്നും പറഞ്ഞ് ധൃതി വെച്ച് പോകാറുള്ളത് ഓഫീസിലേക്കാണോ? അത് ഞാൻ മറ്റൊരു കള്ളം കൂടി പറയാൻ വാക്കുകൾ തേടുകയായിരിക്കും. കഴിഞ്ഞ 10 വർഷം നിങ്ങളതിൽ വിജയിച്ചു. ഞാൻ എന്ത് കള്ളമാണ് പറഞ്ഞത്? സത്യം എന്തുകൊണ്ട് പറഞ്ഞില്ല? നിങ്ങളുടെ കഴിഞ്ഞ കാലം നിങ്ങൾ നിന്നറിയാനാണ് ഞാൻ ആഗ്രഹിച്ചത്. ഞാൻ നിങ്ങളുടെ ഭാര്യയാണ്. നിങ്ങളുടെ മേൽ അധികാരവും അവകാശവും എനിക്ക് മാത്രമുള്ളതാണെന്ന് ഞാൻ കരുതി. ഇപ്പോ അത് അനുഭവിക്കുന്നവൾ മറ്റൊരുത്തിയാണെന്ന് വന്നാൽ? അതെ, ഹേമ നിങ്ങളുടെ കാമുകയായിരുന്നു. അതൊരു പഴങ്കഥയാണ്. അത് മറക്കാനും പൊറുക്കാനും എനിക്ക് കഴിഞ്ഞില്ലെങ്കിൽ? നിങ്ങൾക്ക് മറക്കാൻ കഴിയാത്തത് ഞാൻ മറക്കണമെന്നാണോ പറയുന്നത്? കാമുകയോടൊപ്പം തന്നിഷ്ടം പോലെ നടക്കുന്നത് ഞാൻ കണ്ടില്ലെന്ന് നടിക്കണോ? സത്യം മനസ്സിലാക്കാതെയാണ് നീ സംസാരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ
അവസരങ്ങൾ ഉണ്ടാകരുത്. നിനക്ക് വേണ്ടി, നമ്മുടെ കുഞ്ഞിന് വേണ്ടി മാത്രമാണ് ഞാൻ ജീവിക്കുന്നത്. അപ്പോ ഹേമയുടെ വീട്ടിൽ വെച്ച് ആ കത്ത് ഞാൻ കണ്ടില്ലായിരുന്നെങ്കിൽ ഇപ്പോഴും ഈ വിവരം ഞാൻ അറിയുമായിരുന്നില്ല. എന്തുകൊണ്ട് ഈ വിവരം എന്നിൽ നിന്ന് മറച്ചു വെച്ചു? നിന്നോടത് തുറന്നു പറഞ്ഞാൽ നിന്റെ സ്നേഹം എനിക്ക് നഷ്ടപ്പെടുമെന്ന് ഞാൻ ഭയന്നു. സ്നേഹം? അതിന്റെ അർത്ഥം നിങ്ങൾ വിവരമാക്കുകയാണ്. വിശ്വാസവും ആത്മാർത്ഥയുമാണ് സ്നേഹം. നിങ്ങൾക്കില്ലാത്തതാണ്. ഇന്ന് ഹേമയെ മറക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. ഇല്ല, ഞാൻ പറയും, വീണ്ടും വീണ്ടും പറയും. അതിനുള്ള അവകാശം എനിക്കുണ്ട്. എന്നെ സംശയിച്ച നിമിഷം മുതൽ നിനക്ക് ആ അവകാശം നഷ്ടപ്പെട്ടു. ഇത്രയും കാലം നിന്നോടൊപ്പം ജീവിച്ച് എന്നെ മനസ്സിലാക്കാൻ സാധിക്കാത്ത നിനക്ക് ഒരിക്കലും ഒരു നല്ല ഭാര്യയാവാനാവില്ല. അമ്മായി, ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോന്നു. നല്ല ആളാ, അങ്ങനെ പറയാതെ പോയിക്കളഞ്ഞല്ലോ. ഇന്ന് പറഞ്ഞു തീർക്കാനാണ് വന്നത്. എന്താ ശ്രീദേവി? നന്നായിരിക്കുന്നു അഭിനയം. പക്ഷേ ഇതെന്റെ അടുത്ത് വേണമായിരുന്നോ? എനിക്ക് മനസ്സിലായില്ല. നിന്നെ ആത്മാർത്ഥമായി സ്നേഹിച്ച കൂട്ടുകാരിയാണ് ഞാൻ. എന്റെ ജീവിതം തകർത്തിട്ട് നിനക്ക് എന്ത് നേടാനാണ് ശ്രീദേവി? നീ ഒന്നും അറിയാതെയാണ് സംസാരിക്കുന്നത്. അതെടി, ഇത്രയും കാലം ഞാൻ ഒന്നും അറിഞ്ഞില്ല. പക്ഷേ ഇപ്പോഴാണ് എല്ലാം അറിഞ്ഞത്. നീ എന്തറിഞ്ഞെന്നാണ് പറയുന്നത്? നീ മോഹനേട്ടനെ സ്നേഹിച്ചിരുന്നില്ലേ? അദ്ദേഹം നിന്റെ ക്ലാസ്മേറ്റ് ആയിരുന്നില്ലേ? അദ്ദേഹം നിനക്ക് ലെറ്റർ അയക്കാറുണ്ടായിരുന്നില്ലേ? ഞാനറിയാതെ നിങ്ങൾ തമ്മിൽ കാണാറില്ലേ? എന്നിട്ട് രണ്ടുപേരും ഒരു പരിചയമില്ലാത്ത രൂപത്തിൽ നിന്നോട് പെരുമാറിയല്ലേ? എടി, ഒരു കാലത്ത് നിനക്ക് പ്രേമ അലർജിയായിരുന്നല്ലോ. ഇപ്പോ അതൊരു ഹോബിയായി മാറിയല്ലേ ശ്രീദേവി? നോക്കൂ, നീ എനിക്കൊരു ഉപകാരം ചെയ്യണം. എന്നെയും എന്റെ കുഞ്ഞിനെയും അടുക്കരുത്. ശ്രീദേവി, ഒരു തെറ്റും ചെയ്യാത്ത എന്നെ ഇങ്ങനെ ക്രൂശിക്കരുത് പ്ലീസ്. എനിക്കും മോഹനേട്ടനും വേണ്ടി ഞാൻ വഴിമാറി തരാം. അയ്യോ ഈശ്വര, ഞാൻ സ്വപ്നത്തിൽ പോലും ആലോചിക്കാത്ത കാര്യങ്ങളാണ് നീ പറയുന്നത് ശ്രീദേവി. സത്യം പറഞ്ഞാൽ ഞാൻ ഒരു തെറ്റും ഉണ്ടാവില്ലേടി. ഇനിയും നീ പറയുന്നത് മുഴുവൻ ഞാൻ വിശ്വസിക്കണമല്ലേ? നോക്കൂ ഹേമേ, ഞാനിന്നൊരു ഭാര്യയാണ്, ഒരു കുഞ്ഞിന്റെ അമ്മയാണ്. ദയവായി ഞങ്ങളുടെ കുടുംബം തകർക്കല്ലേ പ്ലീസ്. നിനക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ അത് ദൈവം പോലും പൊറുക്കില്ലടി. മോളെ, എന്റെ മനസ്സിൽ കളങ്കമില്ലെങ്കിൽ നീ എന്തിനു വിഷമിക്കുന്നു? സമാധാനമായിരിക്കും, സമാധാനമായിരിക്കും.
തുറന്ന ജനിച്ചൂന്നായി, കണ്ണടച്ചാ മരിച്ചൂന്ന്. അടച്ചു തുറക്കുന്നതിനിടയിലുള്ള സമയം മാത്രമാണ് ജീവിതം. അതിന്റെ ഇടയിൽ എന്തെല്ലാം അനുഭവിക്കണം എന്നാർക്കറിയാം. ഡോക്ടർ, I'm very sorry. I feel bad. ഇതുവരെ സംഭവിക്കാത്താണ് ഇന്നുണ്ടായത്. ഡോക്ടർ, ഒരിക്കലും എന്റെ കത്തി പാളിപ്പോയിട്ടില്ല ഡോക്ടർ. അറിയാം ഡോക്ടർ. പക്ഷേ നമ്മളാരും ദൈവങ്ങളല്ലല്ലോ. നമ്മളെ കൊണ്ട് ആകാവുന്നതല്ലേ ചെയ്യാൻ സാധിക്കും. ഒരുപക്ഷെ എന്റെ മാനസികാവസ്ഥയാവാം ഈ ദുർവിധിക്ക് കാരണം. കുഴഞ്ഞു മറിഞ്ഞ മനസ്സോടെയാണ് ആ മനുഷ്യന്റെ ജീവൻ രക്ഷിക്കാൻ ഞാൻ ശ്രമിച്ചത്. സ്വസ്ഥമായ മനസ്സ് ഒരു ഡോക്ടർക്ക് ആവശ്യമാണ്. ഇല്ലെങ്കിൽ പലപ്പോഴും അതിന്റെ ചീത്തവശങ്ങൾ പാവം രോഗികളായിരിക്കും അനുഭവിക്കുക. ആ കുറ്റബോധം എനിക്കുണ്ട് ഡോക്ടർ. ഈയിടെയായി ഡോക്ടർ ഹേമയ്ക്ക് എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നു. ആദ്യം മനസ്സിന്റെ ഭാരം കുറയ്ക്കൂ ഡോക്ടർ. മനസ്സിലുള്ളത് ആരോടെങ്കിലും തുറന്നു പറഞ്ഞാൽ തന്നെ അതൊരു വലിയ ആശ്വാസമായിരിക്കും. റിലാക്സ്. ഗുഡ് നൈറ്റ്. Yes, come in. ശ്രീദേവിയില്ലേ? ഇല്ല. ഞാൻ പിന്നെ വരാം. നിൽക്കൂ. കൺഗ്രാറ്റുലേഷൻസ്. എന്തിന്? എന്റെ കുടുംബജീവിതം തകർന്നു. മോഹൻ, ഈ കുടുംബത്തിന്റെ സമാധാനം തകർക്കരുതെന്ന് ഒരിക്കൽ ഞാൻ ഹേമയോട് യാചിച്ചു പറഞ്ഞതാണ്. ഈ കുടുംബത്തിന്റെ തകർച്ച എന്റെ വിജയമാണല്ലേ? അതിനാണ് എന്നെ കൺഗ്രാജുലേറ്റ് ചെയ്തത്. കഷ്ടം മോഹൻ. എന്റെ ജീവിതത്തിൽ ഞാൻ തോറ്റതും തകർന്നതും ഇപ്പൊ മാത്രമാണ്. നോക്കൂ മോഹൻ, നിങ്ങൾ രണ്ടുപേരും സന്തോഷമായി ജീവിക്കുന്നത് കാണാൻ മറ്റാരെക്കാൾ ആഗ്രഹിക്കുന്നത് ഞാനാണ്. അങ്ങനെയാണെങ്കിൽ ഈ വീടിന്റെ പടി ചവിട്ടില്ലായിരുന്നു. ഈ പ്രതികാരം എന്നോട് വേണോ ഹേമേ? പ്രതികാരമോ? എനിക്കോ? ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നില്ല. നിങ്ങളുടെ അസ്വസ്ഥത ഞാൻ ഉണ്ടാക്കിയതല്ല. എന്ന് വിശ്വാസമില്ലെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന വിനോദിന്റെ പേരിൽ സത്യം ചെയ്ത് പറയാം. വേണ്ട, ഞാനാരാണ് വിനോദിന്റെ പേരിൽ സത്യം ചെയ്ത് പറയാം? അവൻ നിങ്ങളുടെ കുഞ്ഞല്ലേ. അതുകൊണ്ട് എന്റെ സത്യം ഒരു കള്ളസത്യമായിട്ടേ നിങ്ങൾ കാണും. മോഹൻ, നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞാനൊരു സത്യം പറയാം. എന്റെ ഇന്നലകളെ പറ്റി ഞാൻ ഓർക്കാറില്ല. എന്റെ കാലടിപ്പാടുകൾ പോലും ഞാൻ തിരിഞ്ഞു നോക്കാറില്ല. എന്റെ ഹൃദയം നേർന്നത് ഞാൻ ആരെ അറിയിക്കാറില്ല. ഞാൻ വേദനിക്കുമ്പോഴും മറ്റുള്ളവരുടെ വേദന ഇല്ലാതാക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുള്ളൂ. എന്നിട്ടും നിങ്ങൾ തെറ്റിദ്ധരിച്ചു. ഇനി ഞാനിവിടെ വരില്ല. I promise you.
നിനക്കതിന് കഴിയില്ലെന്ന് എനിക്കറിയാം. നിന്നെ ഭരിക്കുന്ന വികാരം വിവേകമല്ല, വിവരക്കേടാണ്. നിങ്ങൾ എന്നെ ഭ്രാന്തിയാക്കണോ? അവൾ ഈ വീട്ടിൽ നല്ല ഇറങ്ങിപ്പോയത്? അതെ, അവൾ ഇവിടെ വന്നത് നിന്നെ കാണാൻ. ഓഹോ, ഞാനില്ലാത്തപ്പോ എന്നെ കാണാൻ അവൾ വരും. ഞാനുള്ളപ്പോ കള്ളം പറഞ്ഞ് അവളെ കാണാൻ നിങ്ങൾ പോകും. ഇനി നിങ്ങൾ കൊളിച്ചു കളിക്കാനാവില്ല. നിന്നെ ബോധ്യപ്പെടുത്താൻ എന്നെ കൊണ്ടാവില്ല. ഇനി ബോധ്യപ്പെടാനൊന്നുമില്ല. ഇത്രയും പ്രായമായിട്ടും കല്യാണം കഴിക്കാതെ അവൾ കാത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ്. നിഴല് പോലെ അവൾ നിങ്ങളെ ചുറ്റി നടക്കുന്നത് എന്നെയും കുഞ്ഞിനെയും തെരുവിലെറിയാനാണ്. ഈ നിമിഷം വരെ നിങ്ങൾ എന്നെ വഞ്ചിക്കായിരുന്നു ആ ദേവതയ്ക്ക് വേണ്ടി. അവളെ പറഞ്ഞാൽ നിങ്ങൾക്ക് സഹിച്ചില്ല. ഇനി എന്നെ കൊല്ലൂ, ഈ കൈ കൊണ്ട് എന്നെ കൊല്ലൂ, എനിക്ക് ചാവണം. ഹലോ, ഡോക്ടർ ആന്റി അല്ലേ? ഞാനാ വിനോദ്. എന്താ മോനെ? ആന്റി വേഗം വരൂ. എന്തിനാ മോനെ? ഡാഡിയും മമ്മിയും വഴക്ക് ഓടുന്നു. ഡാഡി മമ്മി അടിച്ചു. എനിക്ക് പേടിയാവുന്നു ആന്റി. വേഗം വരൂ ആന്റി. അത് ഞാൻ ഓക്കെ, മോൻ കരയരുത്. ആന്റി വരാം. ഓക്കെ മോനെ, പ്രോമിസ്. ആന്റി ഇപ്പൊ തന്നെ അങ്ങോട്ട് വരാം. നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിൽ ഇനി ഞാൻ തടസ്സമല്ല. നിങ്ങൾ തോന്നുന്നു. ശ്രീദേവി, ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്, അഴിച്ചെറിയപ്പെട്ട ആഭരണം വീണ്ടും ഇവിടെ തനിയാവുന്നതേ ഉള്ളൂ. പക്ഷെ നീ ഇപ്പോൾ അഴിച്ചെറിയുന്നത് ഈ കുടുംബത്തിന്റെ അന്തസ്സാണ്. അത് പിന്നീട് ഒരിക്കലും ഇവിടെ തനിയാനാവില്ല. ബന്ധങ്ങളുടെ പവിത്രമായ ചങ്ങലയാണ് നീ പൊട്ടിക്കുന്നത്. അതിന്റെ കണ്ണുകൾ അഴിക്കപ്പെട്ടാൽ പിന്നീട് ഒരിക്കലും വെച്ച് കിട്ടാനാവില്ല. അത് ആലോചിക്കേണ്ടത് ഞാനല്ല. സംശയിക്കപ്പെട്ട ഒരു ഭർത്താവിന്റെ നിഴലിൽ ഭയന്ന മനസ്സുമായി ഒരു സ്ത്രീക്കും ജീവിക്കാനാവില്ല. അങ്ങനെ ജീവിക്കുന്നതിൽ അർത്ഥവുമില്ല. ശ്രീദേവി, നിങ്ങളെല്ലാം എന്നിൽ നിന്ന് ഒളിച്ചു വെച്ചു. ഭാര്യ ഭർത്തൃബന്ധം സ്വത്തും പണവുമല്ല, സ്നേഹവും വിശ്വാസവുമാണ്. ആ സ്നേഹവും വിശ്വാസവും നഷ്ടപ്പെട്ട് ഒരു അന്യെ പോലെ ഈ വീട്ടിൽ കഴിയാൻ എന്നെ കൊണ്ടാവില്ല. ഇതാ എത്തേണ്ട സമയത്ത് തന്നെ നിങ്ങളുടെ അവകാശം എത്തിക്കഴിഞ്ഞു. ഞാൻ പോകുന്നു. നീ എവിടെ പോകുന്നു? അത് നീ അറിയണ്ട. ശ്രീദേവി, നീ മോഡേൺ സൊസൈറ്റിയിൽ ജീവിക്കുന്ന വിദ്യാഭ്യാസമുള്ളൊരു സ്ത്രീയാണ്. സംശയത്തിന്റെ നെരുപ്പിൽ നീ സ്വയം എന്തെരിയരുത്. ശരിയാണ്, ഞാൻ പഠിച്ചവളാണ്. പക്ഷേ ഭർത്താവിനെ മറ്റൊരുത്തേക്ക് പങ്കുവയ്ക്കുന്ന വിധം മോഡേൺ അല്ല. നീ എന്നെ എങ്ങനെ വേണമെങ്കിലും ആക്ഷേപിച്ചുള്ളൂ. പക്ഷെ ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്കണമെന്ന് മാത്രം. നിങ്ങളുടെ വിവാഹത്തിന് മുൻപ് ഞാൻ മിസ്റ്റർ മോഹൻ അടുപ്പത്തിലായിരുന്നു. വിവാഹത്തിന് ശേഷം നീ പരിചയപ്പെടുത്തുന്നത് വരെ ഞാൻ മിസ്റ്റർ മോഹനെ കണ്ടിട്ടുപോലുമില്ല. നിന്നോടിതൊന്നും പറയാതിരുന്നത് നീ ഒരിക്കലും ദുഃഖിക്കരുതെന്ന് കരുതി മാത്രമാണ്. ശ്രീദേവി, തെറ്റിദ്ധാരണയുടെ പേരിൽ നീ കുടുംബം തകർക്കരുത്. എന്നെ വിശ്വസിക്കൂ ശ്രീദേവി. എടി, ഒരു തെരുവ് വേശ്യയെ വിശ്വസിക്കാൻ ഞാൻ തയ്യാറാണ്. ആത്മാർത്ഥത കാട്ടിയ ഒരു കൂട്ടുകാരിയുടെ താലി ഇറക്കാൻ അവൾ ഒരിക്കലും തയ്യാറാവില്ല. പക്ഷെ നീ ശ്രീദേവി, നിന്നെ വിശ്വസിക്കുന്ന പ്രശ്നമേ ഇല്ല. ഐ ഹേറ്റ് യു.
എന്റെ ജീവരക്തത്തെ എങ്കിലും നീ വിശ്വസിക്കും.